ആ ക്ഷേത്രത്തിൽ പറഞ്ഞ 8. അപ്പോൾ 17ാമത്തെ കൊല്ലാണ് അപ്പോൾ അത് ഈ പ്രാവശ്യം പ്രതിഷ്ഠാ ദിവസം. ആ കാലം മുതലേ അദ്ദേഹം ശങ്കരകൃഷ്ണ പൊതുവാൾ തന്നെയാണ്. കുഞ്ഞൻ പൊതുവാൾ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ കുറേയൊക്കെ. പട്ടാമ്പിയും തൃത്താലയും കൊപ്പവുമൊക്കെ അടങ്ങുന്ന ഈ വള്ളുവനാടൻ പ്രദേശത്ത് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾക്കും പ്രതിഷ്ഠാ ദിനങ്ങൾക്കും മറ്റ് ക്ഷേത്ര കാര്യങ്ങൾക്കുമൊക്കെ തൃത്താല ശങ്കരകൃഷ്ണൻ എന്ന അനിയന്മാരാർ നിത്യ സാന്നിധ്യമായി കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന എൻ്റെ നാടായ വള്ളൂരിലെ ശിവക്ഷേത്രത്തിലും വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ക്ഷേത്രക്കാർക്കും പൂജാധികാരികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരാളായിട്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ച്, വള്ളൂരിലെ ശിവക്ഷേത്രത്തെക്കുറിച്ച് അതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള റിട്ടയർഡ് SI ശ്രീ ഉണ്ണിയേട്ടൻ നമ്മളോട് സംസാരിക്കുന്നു. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള പട്ടാമ്പി എന്ന സ്ഥലത്ത് വള്ളൂർ ശിവക്ഷേത്രമാണത്. ഈ ക്ഷേത്രം ഏകദേശം ഒരു 65 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഇവിടെയാണ്, നമ്മുടെ ഈ ക്ഷേത്രമാണ് നമുക്ക് ഇവിടുത്തെ മെയിൻ ക്ഷേത്രം ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഈ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് അഭിവൃദ്ധികളും കാര്യങ്ങളും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇവിടെ എത്തി എല്ലാവരും ഈ ഭഗവാനെ തൊഴുത് അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടിയിട്ട് എല്ലാവരും നമ്മൾ ഒരു സുഖ സമാധാന സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. നമുക്ക് നമ്മുടെ നാടായാലും ശരി, നമ്മുടെ കുട്ടികളായാലും ശരി, മക്കളായാലും ശരി, പുറത്തുനിന്നായാലും ശരി, എല്ലാവരും ഇവിടെ എത്തും. ഈ ഭഗവാനെ തൊഴുതിട്ട് പോകുമ്പോൾ അതിൻ്റേതായ വിശ്വാസങ്ങളും അതിൻ്റേതായ ഫലങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ട് എല്ലാവരും ഭഗവാനെ തൊഴുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും അച്ഛനോടും ഈ വക കാര്യങ്ങളൊക്കെ പറയാം. കാരണം അച്ഛൻ ആഗ്രഹമുള്ള ആളാണ്, അറിയാം. അച്ഛനതിന് അല്ലെങ്കിൽ എൻ്റെ എന്നോടെല്ലാം തുറന്നു പറയുന്ന അദ്ദേഹത്തിന് എൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിന് കേൾക്കാൻ താല്പര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വിഷയങ്ങളെല്ലാം ഒന്ന് അദ്ദേഹത്തിനോട് നേരിൽ കാണുമ്പോൾ പറയണം. നമസ്കാരം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടി വേണം. അതൊക്കെയാണ് ഇതിന് നമുക്കൊക്കെ കിട്ടാനുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന അത് വന്നുകൊണ്ടിരിക്കും. കാരണം ഇതിപ്പോൾ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഇപ്പോൾ പറയാൻ തോന്നുകയാണ്. പണ്ട് ഞങ്ങൾ കൊട്ടിയൂരാണ് ആദ്യത്തെ പൂജ കഴിഞ്ഞത്. അത് കുറച്ച് പ്രായം ചെന്നിട്ടാണ് അവിടെ പൂജിക്കാനും തുടങ്ങിയത്. കാരണം പത്നി കടന്ന വിശേഷങ്ങൾ അറിയാലോ. അപ്പോൾ അവിടെ ആദ്യം പൂജ കഴിഞ്ഞ് പിന്നീട് ഞാൻ എവിടെയോ പൂജയ്ക്ക് വന്നപ്പോൾ അച്ഛനുമുണ്ട്. അന്ന് അനിയൻ്റെ അച്ഛൻ കുഞ്ഞീഷ പൊതുവാൾ അദ്ദേഹമുണ്ട്. ഇവിടെ അടുത്തുള്ള ഗോവിന്ദപുരത്ത് അമ്പലത്തെ ചെറിയൊരു അമ്പലത്തിലാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ നവകം പഞ്ചമിയം പൂജിക്കാറായി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത് കൊട്ടാറായി ഒന്ന് പറയണ്ടേ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞ വാക്ക് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇത് കുഞ്ഞികൃഷ്ണ പൊതുവാളാണ്, ഇത് കൊട്ടുന്നത് അവരുടെ മക്കളാണ്, നീ പൂജിച്ചാൽ മതി, അവർ നോക്കി എപ്പോഴാ ശംഖ് വിളിക്കണ്ടേ കൊട്ടേണ്ടതൊന്നും പറഞ്ഞു കൊടുക്കണ്ട, നീ നിന്റെ കാര്യം ചെയ്താൽ മതി, അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഒന്നും ചോദിക്കണ്ട, ഒന്നും പറയണ്ട, ധൈര്യമായിട്ട് പൂജിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ഇത് എല്ലാമായി എന്ന് ഞാൻ ഇത് തോന്നുന്നു. അപ്പം അങ്ങനെ എല്ലാവിധ നമസ്കാരം. തുംഗപ്യുഗജട കലാപവും ഭുജംഗവൂ തുംഗപിംഗജട കലാപവും ഇന്ദുഗംഗഭുജം
തുങ്കപ്യൂക ജഡ കലാപവും ഇന്ദുകവും കപുരവും നിടില പടപുട ചടുല ശിഖികണ ജാലവും സുഖപോലവും നിടില തടപുട ചടുല ശിഖികണ ജാലവും സുഖപോലവും ചന്ദ്രമൗലേ ശംഭോ ചന്ദ്രമൗലേ ശംഭോ ചന്ദ്രമൗലേ ശംഭോ കുണ്ടലീശ്വര കുണ്ടലങ്ങളും അണ്ടജാവലിഹാരവും ഗണ്ഡപരശുകുരൗക ശൂലകപാല ചാരുഭുജങ്ങളു ചന്ദ്രമൗലേ ശംഭോ ചന്ദ്രമൗലേ ശംഭോ ചന്ദ്രമൗലേ ശംഭോ വ്യാഘ്രചർമ്മഭുജംഗ കാഞ്ചി കലാപമായ ഗടീതടം തരളഭണമണി രണീതനൂപുര ചരണയുഗള വിലാസവും ചന്ദ്രമൗലേ ശംഭോ ചന്ദ്രമൗലേ ശംഭോ അഗ്നിരാജകുമാരിയും ഗണനാഥനും ഗണയൂഥവും അദ്രിരാജകുമാരിയും ഗണനാഥനും ഗണയൂഥവും താരകാരിയും അമരമുനികളും അഖിലമകമവലോകയേ താരകാരിയും അമരമുനികളും അഖിലമകമവലോകയേ ചന്ദ്രമൗലേ ശംഭോ ചന്ദ്രമൗലേ ശംഭോ ചന്ദ്രമൗലേ ശംഭോ ശംഭോ ഇനിയും ഒരുപാട് നാളുകൾ ഇദ്ദേഹത്തിന് ഭഗവാനെ സേവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് വേണ്ടി ഇത്രയും നേരം
ചെലവഴിക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി വീണ്ടും അനിയേട്ടന് രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ ചെറിയ ചാനലിനു വേണ്ടി ഇത്രയും സൗകര്യമൊരുക്കിയ വള്ളൂരിലെ ശിവക്ഷേത്ര ഭാരവാഹികൾക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ക്ഷേത്രം തന്ത്രി ശ്രീധരൻ ചുമരത്ത് പ്രദീപ് നമ്പൂതിരിപ്പാടിന്, അദ്ദേഹവും എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിനും ഒരു വലിയ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വള്ളൂരിലെ നല്ലവരായ നാട്ടുകാർക്കും ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ താങ്ക്സ് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നിങ്ങളെ വീഡിയോ കണ്ട എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം എന്ന് നിങ്ങളുടെ സ്വന്തം സായിബ്രോ.